ഹായ് ഓൾ, എൻ്റെ പേര് ബിൻല. ഞാൻ മാർക്ക്ലാൻഡ്സ് ഇൻഫോടെക്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എന്താണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ എൻഡ് റിസൾട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പെർഫോമൻസ് മാർക്കറ്ററിൻ്റെ വർക്ക് എന്താണെന്ന് പറയുമ്പോൾ ലീഡ്സ് ജനറേറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഒരു 5 or 6 മോർ ദാൻ നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ലീഡ്സ് ജനറേറ്റ് ചെയ്യുക. അങ്ങനെ നല്ല ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ പെർഫോമൻസ് മാർക്കറ്റർ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു പെർഫോമൻസ് മാർക്കറ്റർ ആവണമെങ്കിൽ നമ്മൾ കുറച്ച് ടൂൾസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് അനലിറ്റിക്സ് ടൂൾ, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനലിറ്റിക്സ് ടൂൾസ് നമുക്ക് കുറച്ച് നോക്കാം. ആദ്യം നോക്കാൻ പോകുന്ന ടൂള് സിമിലർ വെബ്. സിമിലർ വെബ് എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റർ വെബ്സൈറ്റിൻ്റെ ഓവർവ്യൂ കാണാനും ബൗൺസ് റേറ്റ് കാണാനും ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ടൂളാണ് ബിൽഡ് വിത്ത്. ബിൽഡ് വിത്ത് എന്ന് പറയുന്നത് നമ്മളുടെ കോമ്പറ്റീറ്റർ വെബ്സൈറ്റിൻ്റെ അവർ യൂസ് ചെയ്യുന്ന ഓരോ ടെക്നോളജീസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂള് യൂസ് ചെയ്യുന്നത്. അടുത്ത ടൂളാണ് വേ ബാക്ക് മെഷീൻ. വേ ബാക്ക് മെഷീൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ റെവല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി. റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു ബ്രാൻഡ് സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ 2023 ആ ഒരു ബ്രാൻഡിൻ്റെ എങ്ങനെയായിരുന്നു, അവരുടെ ഗ്രോത്തും കാര്യങ്ങളും എങ്ങനെയായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂള് യൂസ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് ഫോർത്ത് ടൂളാണ് ബസ്മോ. ബസ്മോ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കറൻ്റ്ലി ട്രെൻഡിങ് ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ടൂള് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് പോയിൻ്റാണ് അല്ലെങ്കിൽ ലാസ്റ്റ് ടൂളാണ് സോഷ്യൽ ബ്ലേഡ് എന്ന് പറയുന്നത്. സോഷ്യൽ ബ്ലേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ കോമ്പറ്റീറ്റർ വെബ്സൈറ്റിൽ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂള് യൂസ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കാണ് B2B ബിസിനസ്. B2B ബിസിനസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് ടു ബിസിനസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആദ്യത്തെ പോയിന്റ് ഐഡൻറ്റിഫൈ ആൻഡ് ടാർഗറ്റ് ഡിസിഷൻ മാർക്കറ്റ്. അതാണ് നമ്മുടെ ഫസ്റ്റ് വരുന്ന പോയിന്റ്. രണ്ടാമത്തത് യൂസ് ലിങ്ക്ഡിൻ. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് കുറേ ബിസിനസ്സും കാര്യങ്ങളും ഏൺ ചെയ്യാൻ പറ്റും. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ B2B ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ B2B ബിസിനസ്സിൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ബിസിനസ് നമുക്ക് ഈ ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് വഴി ഏൺ ചെയ്യാൻ പറ്റും. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഒപ്റ്റിമൈസ് ഗൂഗിൾ മൈ ബിസിനസ്. ഗൂഗിൾ മൈ ബിസിനസ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ കീവേഡ് റാങ്ക് ചെയ്യുക. മീൻസ് നമ്മളുടെ ബിസിനസ്സിനേക്ക് വേണ്ടിയിട്ട് ഉള്ള കീവേഡ് നമ്മൾ റിസർച്ച് ചെയ്ത് അത് നമ്മൾ ഈ ഗൂഗിൾ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ടോപ്പിൽ വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതിലൂടെ നമുക്ക് കുറച്ച് ബിസിനസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് SEO ആണ്. നമ്മളുടെ വെബ്സൈറ്റിൽ കൂടുതലായിട്ട് SEO ചെയ്യുക. SEO നമുക്ക് 2 ടൈപ്സ് ഉണ്ട്, ഓൺ പേജ് ഉണ്ട്, ഓഫ് പേജ് ഉണ്ട്. ആ 2 കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മളുടെ വെബ്സൈറ്റിനെ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിനെ ടോപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അടുത്ത ടോപ്പിക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെട്രിക്സ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് 3 തരത്തിലുണ്ട്. ഒന്ന് ബിസിനസ് പെർഫോമൻസ് മെട്രിക്സ്, ദെൻ സോഷ്യൽ മെട്രിക്സ്, ദെൻ വെബ്സൈറ്റ് മെട്രിക്സ്. ഇങ്ങനെ 3 തരത്തിലാണ് മെട്രിക്സ് ഉള്ളത്. അതിൽ ആദ്യത്തെ മെട്രിക്സ് ആണ് ബിസിനസ് പെർഫോമൻസ് മെട്രിക്സ്. അതിൽ വരുന്ന 2 പോയിൻറ്റ്സ് ആണ് CPA ആൻഡ് LTV. CPA എന്ന് പറയുന്നത് കോസ്റ്റ് പെർ അക്യൂസേഷൻ. കോസ്റ്റ് പെർ അക്യൂസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ചെയ്തപ്പോൾ അതിലെത്ര ലീഡ്സ് വന്നു അതിനെയാണ് CPA എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2000 rupees സ്പെൻഡ് ചെയ്തു അതിലേക്ക് നമുക്കൊരു 100 ലീഡ്സ് കിട്ടി. ആ 100 ലീഡ്സിൽ നമുക്ക് ഒരു ലീഡ് മാത്രമേ കൺവേർട്ട് ആയുള്ളൂ. അതിനെയാണ് നമ്മൾ CPA അല്ലെങ്കിൽ കോസ്റ്റ് പെർ അക്യൂസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് LTV. LTV എന്ന് പറയുന്നത് എന്താ? ലൈഫ് ടൈം വാല്യൂ. ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ ഒരു കമ്പനി, ആ ഒരു കമ്പനി നിശ്ചയിച്ച കാലയളവിൽ നമ്മൾ എത്രയാണോ ബിസിനസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് അതിനെയാണ് ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. ഒരു കസ്റ്റമർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് 12 മന്ത് നിങ്ങളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം.
ഒരു 12 ലാഖിന് പർച്ചേസ് ചെയ്തു. ആ ഒരു കാലയളവിൽ ആ ഒരു 12 മാസം എത്രയാണോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തത്, എത്ര രൂപയ്ക്കാണോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തത്, ആ ഒരു പർച്ചേസിങ് എമൗണ്ട് ഇപ്പോൾ 12 ലാഖ് ആണെങ്കിൽ ആ ഒരു 12 മാസത്തിൽ 12 ലാഖ് ആണെങ്കിൽ ആ ഒരു 12 ലാഖിനെയാണ് നമ്മൾ LTV അല്ലെങ്കിൽ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് വെബ്സൈറ്റ് മെട്രിക്സ് ആണ്. അതിൽ വരുന്ന 3 പോയിൻ്റാണ് ബൗൺസ് റേറ്റ്, സെക്ഷൻ ഡ്യൂറേഷൻ, കൺവേർഷൻ റേറ്റ്. ബൗൺസ് റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വെബ്സൈറ്റിൽ പോയി വന്നിരുന്ന ആൾക്കാരുടെ എണ്ണമാണ് ബൗൺസ് റേറ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ വെബ്സൈറ്റിൽ നിലവിൽ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് സെക്ഷൻ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ലീഡ്സ് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കൺവേർട്ട് ആവും, കുറച്ച് ആൾക്കാർ കൺവേർട്ടായിട്ട് വരും. ഇപ്പോൾ 100 ലീഡ്സ് കിട്ടിയാൽ അതിലിപ്പോൾ 4-5 പേര് കൺവേർട്ട് ആയെങ്കിൽ അതിൽ വരുന്ന കുറച്ച് പെർസെൻറ്റേജിനെയാണ് നമ്മൾ കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് സോഷ്യൽ മീഡിയ മെട്രിക്സ്. സോഷ്യൽ മീഡിയ മെട്രിക്സിൽ വരുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇംപ്രഷൻ, റീച്ച്, ഫ്രീക്വൻസി, CTR, CPC. ഇംപ്രഷൻ എന്താണ്? ഇംപ്രഷൻ എന്ന് പറയുന്നത് എത്രമാത്രം ആൾക്കാർ, ഇപ്പോൾ ഒരാൾ തന്നെ, ഇപ്പോൾ ഞാൻ തന്നെ എത്ര തവണ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആഡ് കണ്ടു, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇംപ്രഷൻ എന്ന് പറയുന്നത്. റീച്ച് എന്ന് പറയുന്നത് ഒരു വൺ ടൈം വ്യൂ, ഒരാൾ ഒരു പ്രാവശ്യം കണ്ടോളൂ, അതിനെയാണ് നമ്മൾ റീച്ച് എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ് ഒരാൾ തന്നെ 4 തവണ കണ്ടിട്ട് കാര്യമില്ല, കൂടുതൽ ആൾക്കാരിലേക്ക് എന്താണ് എൻഗേജിങ് ആവണം. അപ്പോൾ അതുകൊണ്ട് ഫ്രീക്വൻസി ലെവലിൽ എപ്പോഴും 4ലേക്ക് മുകളിൽ കയറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അടുത്ത പോയിൻ്റാണ് ക്ലിക്ക് ത്രൂ റേറ്റ്. ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ഡിവൈഡഡ് ബൈ ഇംപ്രഷൻ ഇൻറ്റു 100. അപ്പോൾ നമുക്കൊരു പെർസെൻറ്റേജ് കിട്ടും, അതാണ് നമ്മൾ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് CPC, കോസ്റ്റ് പെർ ക്ലിക്ക്. കോസ്റ്റ് പെർ ക്ലിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ വെബ്സൈറ്റിൽ എത്ര ക്ലിക്സ് വന്നു, അതിനെയാണ് നമ്മൾ CPC എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് നോക്കിയത് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്താണെന്നും അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസും എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.